ആരോരും ഇല്ലാതെയാണ്. കാരണം നേരത്തെ ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഒരു ഒരു ബേസ്മെൻ്റ് എങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലാത്തടത്ത് നമ്മൾ ഒരു ധൈര്യത്തിൽ പോയി വിജയിച്ചു. ആ ഒരു ആ ഒരു ധൈര്യമാണ് മനസ്സിൽ. അപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നു ദൈവവിശ്വാസം? ദൈവവിശ്വാസം ചെറുപ്പം മുതലേ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ ഞങ്ങളെ ഫാദർ ഒരു നല്ലൊരു വിശ്വാസത്തിലൂടെയാണ് ഞങ്ങൾ വളർത്തിയെടുത്തത്. ആ വിശ്വാസം അന്നും ഇന്നും മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തും ഒരു കഷ്ടതയും എനിക്ക് വരില്ല എന്ന് അന്നും ആ കാലഘട്ടത്തും ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്തും എനിക്കൊരു വിശ്വാസം. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്മയാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കണ്ട. അല്ലെങ്കിൽ ദൈവം നമുക്ക് നല്ലതേ വരുത്തുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ. അത് എനിക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അങ്ങനെ വരും. ആ ഒരു നന്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ നന്മ ഉണ്ടായെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് നമുക്ക് പഠിച്ചത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കണം. കാരണം മാതാപിതാക്കൾ നമ്മൾ വളർത്തിയ രീതിയും നമ്മളെ പഠിപ്പിച്ച് ഇതുവരെ കൊണ്ടുവന്നതും ഒക്കെയാണ് നമ്മളെ എത്രത്തോളം എത്തിയത്. പിതാവ് താങ്കളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എല്ലാ രീതിയിലും. ഇപ്പോൾ ഈ മേക്കാഡൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, കൃഷി രംഗം, പിന്നെ ഹോട്ടൽ ഇൻഡസ്ട്രി, ഇതൊന്നും വളരെ വ്യത്യസ്തമായി. എന്തുകൊണ്ട് ഒരു ഹോട്ടൽ, മേക്കാഡൻസ് ഹോട്ടൽ ഈ സുൽത്താൻ ബത്തേരി തുടങ്ങിയില്ല? അതിൽ മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് വെളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് പറയുന്നത് ഒരു കേസ്, നിങ്ങൾ അറിയാത്ത ഫീൽഡിലേക്ക് പോകരുത്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന ഒരു കേസ് അതാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കൃഷിയായിരുന്നു സ്റ്റാർട്ടിങ്. ഹോട്ടൽ ബിസിനസ്സിൽ വൻ വിജയമായിരുന്നു എനിക്ക്. ഇന്നും എനിക്ക് 3 ഹോട്ടൽ സൗദിയിൽ നടക്കുന്നുണ്ട്. കൂടാതെ വണ്ടിയുടെ അക്സസറീസ്, കാർ അക്സസറീസ് ഒരുപാട്, വളരെ പ്രത്യേകിച്ച് സൗദി അറേബ്യ ഞങ്ങൾ ഒരു ബന്ധമില്ലാത്തൊരു ഇതാണ്. പക്ഷേ ഞങ്ങൾക്ക് ബിസിനസ് ഒരു 85% വിജയമാണ്. ടെക്സ്റ്റൈൽസിൽ എനിക്ക് റെഡിമെയ്ഡ് ഉണ്ട് സൗദി അറേബ്യയിൽ. ഈ റെഡിമെയ്ഡ് ബിസിനസ്സിൽ ഞാൻ ചെറിയ രീതിയിൽ വേറൊരു ഷോപ്പ് എനിക്ക് കിട്ടേണ്ട ആവശ്യത്തിലേക്കാണ് ഞാൻ റെഡിമെയ്ഡ് ഫീൽഡിലേക്ക് വരുന്നത്. വന്നതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്ന കട വർഷങ്ങളായിട്ട് നടത്തുന്ന ആളെക്കാളും കൂടുതൽ വൻ വിജയത്തിലാക്കിയ ഒരാളാണ് ഞാനല്ല, ദൈവം എനിക്ക് തന്ന അനുഗ്രഹം. ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ വളരെയധികം തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കുകയാണ് ഇങ്ങനൊരു കൺസെഷൻ. കാരണം ഓരോ ഫ്ലോറും വളരെ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. റെഡിമെയ്ഡ്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു അങ്ങനെ വളരെ നന്നായിട്ട് ഈ ഒരു ഡിസൈനിങ് ആണ് ഇതിൽ കൂടെ. ഇത് താങ്കളുടെ ഭാവനയിലുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അത് 90% എൻ്റെ സ്റ്റാഫാണ്, 10% ഞാനുള്ളൂ. ബിസിനസ്സിൽ 80% ഞാനാണ്. നമ്മൾ പണം മുടക്കുന്നതിൽ 80% ഞാനാണ്. പക്ഷേ ഷോപ്പിൻ്റെ വിജയത്തിൻ്റെ പുറകിൽ എൻ്റെ 90% എൻ്റെ സ്റ്റാഫുകളാണ്. എത്രത്തോളമാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഓരോ സ്റ്റാഫുകളുമായിട്ടും ഒരു സഹോദരനെ പോലെ, ഒരു മൂത്ത ഏട്ടനെ പോലെയാണ് താങ്കൾ ഇവിടെ ഇടപെടുന്നത്. നല്ല ചെറുപ്പക്കാരായ സെയിൽസ്മാനും ഒക്കെ ഉള്ളവരുടെ ഒരു വലിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു മുതലാളി തൊഴിലാളി എന്ന വ്യത്യാസമില്ലാതെ ഒരു വലിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് താങ്കളെ എനിക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞു. എന്താണ് അങ്ങനെ ഒരു നല്ല റിലേഷൻ? ഇവരൊരിക്കലും എൻ്റെ സ്റ്റാഫല്ല, എൻ്റെ കുടുംബമാണ്. ഇല്ല, ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഞാൻ അവരെൻ്റെ സ്റ്റാഫായിട്ട് ആരെയും കാണുന്നില്ല. എല്ലാം എൻ്റെ കുടുംബമാണ്. അവരാണ് ഞാൻ. അവരില്ലെങ്കിൽ ഞാനില്ല. എല്ലാ തരത്തിലും. തുടക്കത്തിൽ എനിക്ക് കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കുട്ടികൾ, അവരില്ലെങ്കിൽ മേക്കാഡൻസ് വെഡിങ് സെൻ്റർ ഇല്ല. ഇവിടെ ഏത് ബിസിനസ് രംഗത്തും കോമ്പറ്റീഷൻ വളരെ പ്രധാനമായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ കോമ്പറ്റീഷൻ എങ്ങനെ നോക്കിക്കാണുന്നു ഈ സുൽത്താൻ ബത്തേരിയിൽ? കോമ്പറ്റീഷനല്ല, ഇവിടെ ആളുകൾ, പഴയ ബിസിനസ്സുകാർ, എല്ലാവരും, എല്ലാ ആളുകളെയും അല്ല പറയുന്നത്, ചില ആളുകൾ അവർ മാത്രമേ പാടുള്ളൂ, ഇവിടെ വേറൊരാൾ വരാൻ പാടില്ല. അപ്പോൾ വരുന്ന ആളുകളെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും അവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നുമല്ല. വരുന്ന ഏത് ടീമാണെങ്കിലും അവർ ഒന്നുമല്ലാതെ ഒരാൾ വരില്ലല്ലോ. ഒരു ഷോപ്പ് നടത്താൻ കോടികൾ മുടക്കി വരുന്ന ഒരാൾ മോശമല്ലാന്ന് നിങ്ങളെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളെ പുറകിൽ നിങ്ങളെ നല്ല പൈസയും നല്ല ബിസിനസ് മൈൻഡുമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ പോലും അറിയില്ല നിങ്ങൾ വിജയിക്കുന്നത്.
ഇത് തന്നെയാണ് മേക്കാർഡൻസിൻ്റെ വിജയം. അതാണ് മേക്കാർഡൻസിൻ്റെ സീക്രട്ട്. യെസ്, അതായത് ഈ വിജയത്തിന്റെ രഹസ്യം. യെസ്. ബിസിനസ്സിൻ്റെ എങ്ങനെ മനസ്സിലായില്ല? ബിസിനസ്സിന്റെ ഒരു വിജയരഹസ്യം. വിജയരഹസ്യം എന്ന് പറയുന്നത് ഒന്ന് കഠിനാധ്വാനം, ഞങ്ങളെല്ലാവരും. രണ്ടാമത്തത് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക ആളുകൾക്ക്. ക്വാളിറ്റി. യെസ്, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇത് എന്താണെന്നറിയോ, ഏത് ബ്രാൻഡ് ഐറ്റം ആണെങ്കിലും ചിലപ്പം അതിന് ഡാമേജ് ഉണ്ടാവും. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് കെമിക്കലിലല്ലേ ഇതുണ്ടാക്കുന്നത്, എന്ത് സാധനം. അപ്പോൾ കെമിക്കൽ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സാധനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. മൊത്തത്തിലെടുത്താൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നല്ല കമ്പനിയിൽ പോയിട്ട് നേരിട്ട് വാങ്ങിയാൽ ഏറ്റവും നല്ല സാധനം ഉപഭോക്താവിന് കൊടുക്കാൻ നമുക്ക് കഴിയും. ഈ ഇവിടെ നമ്മുടെ മേക്കാർഡൻസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റിക്കൊപ്പം എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ നൽകുന്നത്? കൽക്കത്ത, വാരണസി, ലുധിയാന, ഡൽഹി, അഹമ്മദാബാദ്, ജയ്പൂർ, സൂറത്ത്, ഇവിടേക്കുള്ള മില്ലുകളിൽ നിന്ന് നേരിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. ആ സാധനങ്ങളാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ ബിസിനസ്സിൻ്റെ വളരെ തിരക്കും കൂടിയായിരിക്കും. അതെ. ഫാമിലിയെ കുറിച്ചൊന്നു. 2 കുട്ടികളാണ്. മൂത്തയാൾ നസ്രീൻ പഠിക്കുന്നു 10ാം ക്ലാസ്സിലാണ്. ഇളയ കുട്ടി 6ാം ക്ലാസ്സിൽ നിവിൻ. വൈഫ് സൈറ ബനു. വൈഫ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കൂടെ ഷോപ്പിലുണ്ടാവും, അക്കൗണ്ടിലെല്ലാം ശ്രദ്ധിക്കും, കൂടെ നിൽക്കുന്ന ഒരാളാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ സപ്പോർട്ട്, നല്ല സപ്പോർട്ടുള്ള ആളാണ്. ആ സപ്പോർട്ട് ഒരു ഭാഗ്യം തന്നെയാണ്. അഭിമാനമുണ്ട്. യെസ്. അഡ്വൈസർ എന്ന് ചോദിച്ചാൽ, കാര്യം നമ്മളെ എല്ലാത്തിനും അഡ്വൈസ് ചെയ്യുന്ന ഒരാളുണ്ടാവും. അഡ്വൈസർ അല്ലെങ്കിൽ റോൾ മോഡൽ ആരാണ് താങ്കളുടെ ജീവിതത്തിൽ? അത് എങ്ങനെ പറയേണ്ടതെന്നറിയില്ല. നമ്മളൊരു ആത്മീയ ഗുരുവുണ്ട്. എപ്പോഴും എനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തു തരുന്ന ഒരാളാണ്. ആരാണ്? പേര് ഷാഹുൽ ഹമീദ്. കൊടുവള്ളിയാണ് സ്വദേശം. കൊടുവള്ളിയിലെ പണ്ഡിതനാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ആളുണ്ട്. എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്ന ഒരാളാണ്. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇന്ന് എൻ്റെ കൂടെ 150 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ കേരളത്തിലും സൗദിയിലും വിദേശത്തും കൂടി. ഇത്രയും ആളുകൾക്കും കൂടെ തൊഴിൽ കൊടുക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത, എൻ്റെ ലക്ഷ്യം. ഇനിയും ഞാൻ ഇന്ന് കൊടുക്കുന്ന 150 പേര്, അത്രയും ആളുകൾക്ക് വീണ്ടും എങ്ങനെ തൊഴിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അന്നം കൊടുക്കാം, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ട്. അതാണ് ആഗ്രഹം. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്ത് ഇങ്ങനെ ഒരു സമയം നമുക്ക് കണ്ടെത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ സുൽത്താൻ ബത്തേരിയിലെ സുൽത്താനായി മാറിയ അസീസ് മേക്കാടൻ, അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെപ്പോലെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനും ഈ വയനാടിൻ്റെ ഈ സുൽത്താൻ ബത്തേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവന ഈ നാട്ടിലെ എല്ലാ പേർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: പഴശ്ശിരാജയുടെ ശവകുടീരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചോദ്യം ഒരിക്കൽ കൂടി: പഴശ്ശിരാജാവിൻ്റെ ശവകുടീരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.